ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഞാൻ കുറേ നാളെ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചൊരു വ്ളോഗ് ചെയ്തിട്ട് ഫുൾ ടൈം ട്രാവലും അല്ലെങ്കിൽ വീട്ടിലത്തെ കാര്യങ്ങളും ഷോപ്പിൻ്റെ കാര്യങ്ങളും എല്ലാമായിട്ട് ഇങ്ങനെ വ്ളോഗ് ചെയ്തുമായിരുന്നു. പക്ഷേ ഇതെനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് തോന്നി. മെയിനായിട്ട് ഇപ്പോൾ പറയാനുള്ളത്, ഞാൻ ഏകദേശം ഈ ഒരു അടുത്തിടയ്ക്ക് വണ്ടി എടുത്തേ പിന്നെ ഒരു 4500 കിലോമീറ്റേഴ്സോളം ഡ്രൈവ് ചെയ്ത് തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ കൊച്ചി ടു ബാംഗ്ലൂർ ടു ഗോവ, പിന്നെ ഗോവ ടു ബാംഗ്ലൂർ ടു കൊച്ചി, അത് കഴിഞ്ഞ് പിന്നെയും കൊച്ചി ടു ബാംഗ്ലൂർ ടു ഊട്ടി ടു കൊച്ചി, ഇങ്ങനെ ഏകദേശം ഒരു 4500 കിലോമീറ്റേഴ്സ് ഓടിയാണ്. അപ്പോൾ ഇത് ഈവിനെ കുറിച്ചുള്ള ഒരു സംഭവമല്ല, അത് ഞാൻ പിന്നെ പറയാം. പക്ഷേ അപ്പോൾ ഇത്രയും ട്രാവൽ ചെയ്തപ്പോൾ ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു റോഡ് ട്രിപ്പ് എടുത്ത് ഇന്ത്യക്കകത്ത് ഇത്രയും വലിയ ഒരു ട്രിപ്പ് ചെയ്യുന്നത്. ഐ ജസ്റ്റ് ഫെൽറ്റ്, എനിക്ക് ശരിക്കും ഭയങ്കര വിഷമവും പിന്നെ ഒരു ഫെയർനെസ് ഇല്ലാത്തൊരു സംഭവം പോലെയാണ് തോന്നിയത്. ഇത് പറയാനുള്ള മെയിൻ കാര്യം, എന്നോട് ഒരുപാട് പേര് ട്രാവൽ സജഷൻസും എവിടെയാണ് പോകേണ്ടത്, എന്താ ചെയ്യേണ്ടത്, എവിടെയാണ് താമസിക്കേണ്ടത് എന്നുള്ള ചോദിക്കാറുണ്ട്. എസ്പെഷ്യലി കപ്പിൾസും ഫാമിലീസും, ഇവരാണ് എൻ്റെ അടുത്ത് കൂടുതൽ ചോദിക്കാറുള്ളത്. അപ്പോൾ എൻ്റെ ആഗ്രഹം ഓബ്വിയസ്ലി നമ്മുടെ നാട് സജസ്റ്റ് ചെയ്യണം എന്നായിരിക്കും. പക്ഷേ ഐ ജസ്റ്റ് ഫെൽറ്റ് ഇറ്റ് ഇസ് സോ അൺഫെയർ. ദ എക്സ്പെൻസ്, നമ്പർ 1 ഇസ് എക്സ്പെൻസ് ആൻഡ് സെക്കൻഡ് 2 ഇസ് ദ ക്ലെൻനെസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമമാണ് നമുക്കിപ്പോൾ നമ്മുടെ ഈ നാട്ടിൽ ട്രാവൽ ചെയ്ത് കഴിഞ്ഞ് കാണുമ്പോൾ. പണ്ട് നമുക്കൊന്നും അറിയാത്തപ്പോൾ കുഴപ്പമില്ലായിരുന്നു. ഇപ്പം നമ്മൾക്ക് ദൈവം അനുഗ്രഹിച്ച് കുറേ സ്ഥലത്ത് ട്രാവൽ ചെയ്യാൻ പറ്റി. അവിടുത്തെ ഒരു ജീവിത രീതിയാണെങ്കിലും, കാരണം നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു മാസമൊക്കെയാണ് പൊതുവെ ഒരു രാജ്യത്ത് നിൽക്കുന്നത്. ജീവിത രീതിയും അവരുടെ ഉൾപ്രദേശങ്ങളും എല്ലാം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള, എനിക്ക് പേഴ്സണലി എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഭാഗ്യം വന്നിട്ടുണ്ട്. ശരിക്കും അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു ഇത് പറയാൻ വന്ന കാര്യം, 2 കാര്യം. ഒന്ന്, നമ്മുടെ ഷെനാസ് ട്രഷറി എന്ന് പറഞ്ഞ ഒരു പഴയ സെലിബ്രിറ്റിയാണ്, ഇപ്പോൾ ഒരു ഇൻഫ്ലുവൻസറൊക്കെയാണ്. ഇപ്പം ഗോവയിലായിരുന്നു. അപ്പോൾ പുള്ളിക്കാരുടെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടു. ഗോവയിലെ ഭൂരിപക്ഷം ബീച്ചസിലും നമുക്ക് ഇറങ്ങി കാല് പോലും നനയ്ക്കാൻ കൊള്ളില്ല. കാരണം ഫർഗെറ്റ് അബൌട്ട് ദ പൊല്യൂഷൻ, ഇറ്റ് ഈസ് പൊല്യൂട്ടഡ് വിത്ത് ഫീക്കൽ മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ പറഞ്ഞാൽ അപ്പി വെച്ചുള്ള പൊല്യൂഷനാണ് അവിടെയുള്ള ഏറ്റവും പോപ്പുലർ ബീച്ചസിൽ. അതുകൊണ്ട് ഞങ്ങളുടെ ഗോവൻ വ്ളോഗ്സ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ബീച്ച് പോലും പോയോ എന്ന് എനിക്കറിയില്ല, കാണിച്ചോ എന്ന് എനിക്കറിയില്ല. എന്തായാലും വെള്ളത്തിൽ ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല. ഇമാജിൻ യു ആർ ഗോയിങ് ടു എ സ്റ്റേറ്റ് ജസ്റ്റ് ഫോർ ദ ബീച്ചസ്. ഗോവയിലും 99 ആൾക്കാരും ബീച്ചസ്, പിന്നെ ഓക്കെ ക്ലബ്സിലായിരിക്കുമല്ലോ പോകുന്നത്, വേറെ ഒന്നിനുമല്ല ഗോവയിലേക്ക് പോകുന്നത്. പക്ഷെ അതുപോലും എൻജോയ് ചെയ്യാൻ പറ്റാത്ത സംഭവം. ഇറ്റ് ഇസ് സോ ബാഡ്. നമ്മുടെ കാലിൽ ഓപ്പൺ വൂണ്ട് ഉണ്ടെങ്കിൽ ഇൻഫെക്റ്റഡ് ആവാം എന്നുള്ള സാധ്യത ഭയങ്കര ഹൈ ആണ്. സോ അത് പൊല്യൂഷൻ, ഓക്കെ, അത് ആ ഒരു രീതിയിലുള്ള പൊല്യൂഷൻ. അല്ലാതെ ഡേർട്ടിനെസ്, എവിടെ പോയാലും ഡേർട്ടിയാണ്. എന്തൊരു വൃത്തികേടാണ്. നമ്മൾ വിചാരിക്കും ആൾക്കാർ പുരോഗമിക്കുകയാണ്, നമ്മൾ എക്കണോമിക് ഗ്രോത്ത് വരുന്നുണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ സോ അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാൻ വന്നത് ക്ലെനിനെസ്. ഈ ഒരു ക്ലെനിനെസ് എന്ന് പറയുന്ന സാധനം എവിടെയും കാണാതെ വരുവാണ്. ഞാൻ പറഞ്ഞാൽ നാട് പുരോഗമിക്കുകയാണ്, ബാക്കി എല്ലാം ഇംപ്രൂവിങ് ആണെങ്കിൽ പോലും സ്ഥലങ്ങളുടെ വൃത്തികേട് കൂടുവാണ്. ഗോവയിൽ പോയി, അവിടുത്തെ സ്ട്രീറ്റ്സ് ആർ ഓൾമോസ്റ്റ് ഓൾ ദ സ്ട്രീറ്റ്സ് ആർ, ഒരു മെയിൻ ഏരിയ കുറച്ച് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബീച്ച് സൈഡും അവിടെയൊക്കെ ആണെങ്കിലും ആൾക്കാർ കാണുന്ന സ്ഥലം കുറച്ച് ക്ലീൻ ആണെങ്കിലും ബാക്കിയുള്ള സ്ഥലമൊക്കെ ഡംപിങ് യാർഡ് പോലെ ഡേർട്ടി ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. ബാംഗ്ലൂരിൻ്റെ കാര്യം പറയേ വേണ്ടല്ലോ. ഇറ്റ് ഈസ് ജസ്റ്റ് എ ടോട്ടൽ മെസ്. ഊട്ടി പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പോകുന്ന സ്ഥലമാണ്. അവിടെ കൂടെ ആണെങ്കിൽ ഇറ്റ് ഈസ് ജസ്റ്റ്, ഇതൊക്കെ പോട്ടെ, ഓക്കെ, എല്ലായിടത്തും ഡേർട്ടി ആയിരുന്നു. ഇതൊക്കെ കാട്ടി നമുക്ക് എന്താ, ഓക്കെ, അപ്പോൾ ഇത്രയും സ്റ്റാൻഡേർഡ് ഇല്ലാത്ത സ്ഥലങ്ങളാണ്, ഇൻ ദ സെൻസ് ക്ലീനിനെസ് ഇല്ലാത്ത സ്ഥലങ്ങളാണ്, ഇങ്ങനത്തെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ത്യ എന്നൊക്കെ നമ്മൾ ഫോറിനേഴ്സ് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ സാധാരണ നമ്മൾ കേൾക്കുമ്പോൾ അഫോർഡബിൾ ട്രാവൽ. ഐ ജസ്റ്റ് ഫെൽറ്റ് ഇറ്റ്സ് സോ എക്സ്പെൻസീവ്. ട്രാവലിംഗ് ഇൻ ഇന്ത്യ സോ എക്സ്പെൻസീവ്. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സ്റ്റാൻഡേർഡ് ഇല്ല അല്ലെങ്കിൽ വളരെ ലോ ബഡ്ജറ്റിൽ ട്രാവൽ ചെയ്യണമെങ്കിൽ ഇന്ത്യ ഈസ് പെർഫെക്റ്റ്. നമുക്ക് വേണമെങ്കിൽ ഒരു 10 രൂപയ്ക്ക് റോഡ് സൈഡിൽ നിന്ന് കഴിക്കാം. അതിൻ്റെ ഹൈജീനിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ഇപ്പം നമ്മൾ ഈ പരിഷ്കാരം അല്ലെങ്കിൽ വലിയ സംഭവം ആയതുകൊണ്ടല്ല, ഇത് നമ്മളൊരു ഏറ്റവും ബേസിക് കാര്യങ്ങൾ പറയുന്നത് വൃത്തിയും ഹൈജീനും.
മനസ്സിലായോ? അല്ലാതെ നമുക്ക് 5 സ്റ്റാർ ആയിട്ടുള്ള ഒരു റൂം സ്പേസോ അല്ലെങ്കിൽ ഒരു 5000 രൂപയുടെ പ്ലേറ്റ് സെർവ് ചെയ്യണം എന്നല്ല പറയുന്നത്. കൊടുക്കുന്ന സാധനം വൃത്തിയായിട്ട് കൊടുക്കണം എന്നുള്ളൊരു സംഭവമല്ലേ. ഇതിനൊക്കെ ഉപരി പിന്നെ നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നത് വിചാരിക്കുമ്പോൾ ഒരു ബഡ്ജറ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടാണ് വരുന്നത്. പക്ഷേ ഇപ്പം നമ്മുടെ ഒരു എന്താ പറയുക, ഒരു ലോ സ്റ്റാൻഡേർഡ് എന്ന് വെച്ചോ എന്ന് പറയുമ്പോൾ ഒരു റൂംസ് നമുക്കൊരു ബിലോ 1,500 റുപ്പീസിന് താഴെയുള്ള റൂംസ് സ്ട്രീറ്റ് സൈഡിൽ നിന്ന് കഴിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് വൃത്തിയും വെടുപ്പും ഒന്നും ഒരു വിഷയമല്ല. അങ്ങനെയൊക്കെ എന്താണെങ്കിലും ഓക്കെ ഫൈൻ, ഇന്ത്യ ഈസ് എ ബെസ്റ്റ് ബഡ്ജറ്റ് ഡെസ്റ്റിനേഷന് വേണ്ടി പറയാം. കാരണം അങ്ങനത്തെ ഇഷ്ടംമാതിരി ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഇപ്പം ഒരുവിധം എന്നോട് ഇപ്പോൾ ഇത്ര ആൾക്കാർ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്, ഞാനൊരു കണ്ടുപിടിച്ച ഒരു 3,000-3,500 രൂപ മിനിമം തൊട്ട് ഒരു 4,000-4,500 രൂപ വരെയൊക്കെ ആണ് മിക്കവരും ഒരു മിഡിൽ ക്ലാസ് ആൾക്കാർ എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നത് ഒരു ഹോളിഡേക്ക് മുമ്പ് ഒരു ഹോട്ടലിന്, ഈ 2 പേർക്ക് ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരു സംഭവമാണെങ്കിൽ ഇന്ത്യയെ കിട്ടുന്നതിൻ്റെ ഒരു 2 ഇരട്ടി അല്ലെങ്കിൽ 3 ഇരട്ടി സ്റ്റാൻഡേർഡാണ് എബ്രോഡ് കിട്ടുന്നത്. പിന്നെ എന്തിനാണ് നമ്മൾ ഇത്രയും ഇന്ത്യ കാണണം? ഇന്ത്യ മനോഹരമാണ്, സുന്ദരമാണ് ഒക്കെ ഓക്കെ. ബാംഗ്ലൂരിൻ്റെ കാര്യമൊന്നും പറയണ്ട, ബാംഗ്ലൂർ സുന്ദരമൊന്നുമല്ല. പിന്നെ ഇത് പറഞ്ഞ പോലെ ഗോവയാണെങ്കിലും ഇപ്പം ഊട്ടി ആണെങ്കിലും ഒന്നും മിക്ക ഭാഗങ്ങളും ഡേർട്ടിയാണ്. പക്ഷെ ആൾക്കാരുടെ വിചാരം എനിക്ക് തോന്നുന്നു ഇപ്പോഴും നമ്മൾ ഇന്ത്യക്കുള്ളിൽ ട്രാവൽ ചെയ്യുന്നതാണ് ഭയങ്കര അഫോർഡബിൾ എന്നാണ്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഒരു സ്റ്റാൻഡേർഡിന് മുകളിലേക്ക് നിങ്ങൾ നോക്കുവാണെങ്കിൽ എബ്രോഡ് സോ മച്ച് ചീപ്പർ. അത് ഇപ്പോൾ ഞാൻ സ്പെഷ്യലി പറയാനുള്ളത്, ഞാൻ അടുത്ത മാസം മലേഷ്യയിലേക്ക് വീണ്ടും ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അവിടുത്തെ കുറച്ച് ഒരു കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും പിന്നെ നമ്മുടെ എക്സിബിഷൻ പ്രകാരം കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട്, കുറച്ച് മുസ്ലിം ഫാഷനൊക്കെ എടുക്കാനായിട്ട് ഞങ്ങൾ പോകാൻ പ്ലാൻ ഉണ്ട്. സോറി, ആദ്യമേ ബാഗ് അൺടൈഡി ആയിട്ട് കിടക്കും. നമ്മുടെ ബാങ്കോക്ക് എന്നുള്ള ഷിപ്മെൻറ്റ് വന്നിട്ടുണ്ട്, നമ്മുടെ സ്റ്റോറിലേക്കുള്ള പ്രൊഡക്ട്സ് ആണ്. അത് ഈ ആഴ്ച തന്നെ നമുക്ക് കയറ്റണം എന്നുണ്ട്. സോ ഇവിടെ കുറച്ച് മെസ്സായി കിടക്കുവാണ്. ഓക്കെ, സോ ഈ മലേഷ്യയിലേക്ക് പോകാൻ നോക്കുമ്പോൾ ഒരു 4 സ്റ്റാർ രീതിയിലുള്ള ഒരു അപ്പാർട്ട്മെൻറ്റ് ഒക്കെ ഒരു 3,000 രൂപ 3,500 രൂപയാണ് പെർ ഡേ വരുന്നത് 2 പേർക്ക്. ആ 3,000 രൂപയൊക്കെ വെച്ച് ഞങ്ങൾ ഊട്ടി പോയപ്പോൾ താമസിച്ചത് ഹോസ്റ്റൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഒരു ഹോസ്റ്റലിൻ്റെ ഒരു പ്രൈവറ്റ് റൂമിനാണ് 3,000 രൂപ കൊടുത്തിരിക്കുന്നത്. ഓക്കെ ഫൈൻ, അത് അതുപോലത്തെ ഒരു ഹിൽ റിസോർട്ടാണ്, ഹിൽ സ്റ്റേഷനാണ്, കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ്. മലേഷ്യയിലെ കോലാലംപൂർ സിറ്റിയാണ്. പോട്ടെ, ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഹിൽ സ്റ്റേഷനിൽ പോകുന്നുണ്ട്. വളരെയധികം ടൂറിസ്റ്റ് പോകുന്ന സ്ഥലങ്ങൾ, ഇൻക്ലൂഡിങ് ലോക്കൽ ടൂറിസ്റ്റ്, ഇവിടെയല്ല മലേഷ്യയിൽ. അവിടെ വരെ ഞാൻ ഒരു 2 ബെഡ്റൂം അത്യാവശ്യം നല്ലൊരു 3 സ്റ്റാർ അപ്പാർട്ട്മെന്റ് എടുക്കുന്നത് നോക്കി വെച്ചിരിക്കുന്നത്. 2 ബെഡ്റൂം ആണ്. 2 ബെഡ്റൂം അപ്പാർട്ട്മെന്റ് റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ദ ടൂറിസ്റ്റ് അട്രാക്ഷൻസ്. മാറി പോലും അല്ല. അതുവരെ ഏകദേശം ഒരു 4,200 രൂപയാണ് വന്നിരിക്കുന്നത്. സോ ജസ്റ്റ് ഇമാജിൻ ഹൗ എക്സ്പെൻസീവ് അവർ കൺട്രി ഈസ് ടു ട്രാവൽ ഇഫ് യു വോണ്ട് എ മിനിമം സ്റ്റാൻഡേർഡ്. ഒരു മിനിമം സ്റ്റാൻഡേർഡ് വേണമെങ്കിൽ ഇറ്റ് ഈസ് ജസ്റ്റ് കൊടുക്കുന്ന പൈസയ്ക്ക് ഒട്ടും പേഴ്സണലി വേർത്തല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യക്കുള്ളിലുള്ള ഒരു ട്രാവൽ, ഞാൻ പറഞ്ഞ ബഡ്ജറ്റ് ട്രാവൽ ടോട്ടൽ വേർത്താണ്, ആ ഒരു ലെവൽ മതിയെങ്കിൽ. പക്ഷേ എക്സ്പെൻസീവ് ട്രാവൽ ആണെങ്കിൽ ഐ പേഴ്സണലി ഡെഫിനറ്റ്ലി ഡോണ്ട് ഫീൽ വേർത്ത് ഇറ്റ്. പിന്നെ ഓബ്വിയസ്ലി എനിക്കത് ഈ ഫോറിനേഴ്സ് നമ്മൾ സംസാരിക്കുമ്പോൾ എന്താ പറയുന്നതെന്ന് അറിയോ, ഇവിടുത്തെ ഈ ഡേർട്ടിനെസ്, ഇവിടുത്തെ ഈ കെയോസ്, വൃത്തികേട്, അവർക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ ഉള്ള ഒരു രീതിയിലുള്ള ഒരു മൈൻഡ് സെറ്റിൽ വരുന്ന കുറേ പേരുണ്ട്. പക്ഷേ അതല്ലല്ലോ ശരിക്കും നമ്മൾ ഓഫർ ചെയ്യേണ്ടത്. ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൾച്ചർ കൊടുക്കാം, ഗുഡ് ഫുഡ് കൊടുക്കാം, അല്ലാതെ ഈ ഒരു ലിറ്ററിങ്ങും ഗാർബേജും റോഡിൽ തുപ്പുന്നതും അതല്ലല്ലോ നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗം. പക്ഷേ ഫോറിനേഴ്സ് അത് വെച്ചും കൂടെയാണ് ഐഡന്റിഫൈ ചെയ്ത് വരുന്നത്. അങ്ങനത്തെ ഐഡന്റിഫൈ ചെയ്ത് വരുന്നവരാണ് കൂടുതൽ നമ്മുടെ നാട് എൻജോയ് ചെയ്യുന്നത്. പക്ഷേ ഇതിനൊരു വ്യത്യാസമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിരിക്കുന്നത്, നമുക്ക് കേരളത്തിൽ ഹിൽ സ്റ്റേഷൻസിൽ താമസിക്കാൻ കിഡ്ലൻ റിസോർട്ട്സ് ഉണ്ട്. അത് എക്സ്പെൻസീവ് ആണ്, നല്ല എക്സ്പെൻസീവ് ആണ് മിക്ക റിസോർട്ട്സ്. പക്ഷെ അത് നമ്മുടെ ഒരു പേഴ്സണൽ വേർത്ത് ആയിട്ടാണ് തോന്നുന്നത്. അത് ഊട്ടിയിലും കൊടൈക്കനാലും ആ ഭാഗത്തൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. അത്രയധികം ഓപ്ഷൻസും സ്റ്റാൻഡേർഡും അതുപോലെ തന്നെ റേറ്റും ഉണ്ട്. റേറ്റ് അവിടെ ഉണ്ട് ഉള്ളതിനിപ്പം സബോയോ അങ്ങനെ ഏതോ ഉണ്ടല്ലോ കൊടൈക്കനാല്, അതിനെക്കാട്ടിയൊക്കെ കുറച്ച് റേറ്റ് മച്ച് ചീപ്പർ റേറ്റിൽ നമുക്ക് മൂന്നാറിലൊക്കെ മച്ച് ബെറ്റർ പ്രോപ്പർട്ടീസ് ഉണ്ട്. സോ കേരളത്തിനുള്ളിൽ തേക്കടി, മൂന്നാർ, വയനാട് ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് ഹിൽ സ്റ്റേഷൻ പ്രോപ്പർട്ടീസ് ഉള്ളത് ഇവിടേക്കാണ്. അത് വേണമെങ്കിൽ എക്സ്പീരിയൻസ് ഒന്നല്ലാതെ ഇന്ത്യക്കുള്ളിൽ നമ്മുടെ ഹാർഡ് ഏൺ മണിയും കുറച്ച് വർഷത്തിൽ 1 തവണയോ 2 തവണയോ കിട്ടുന്ന ഹോളിഡേയ്സ് സ്പെൻഡ് ചെയ്യുന്നതിൽ അർത്ഥമില്ലെന്ന് തോന്നുന്നത്. ഇതിലാകെ കൂടെ വ്യത്യാസം വരുന്നത് ഓബ്വിയസ്ലി ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ആണ്. അതും മലേഷ്യയിലേക്കൊക്കെ ഒരു 8 രൂപ തൊട്ട് 12 രൂപ. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ 11,500 അല്ല, 11,500 അല്ല, ലഗേജ് ഒക്കെ കൂടുമ്പോൾ ഏകദേശം ഒരു
19 ആവും. അത് ഈ ലാസ്റ്റ് ടൈമിൽ ബുക്ക് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 12 രൂപ വിത്തൗട്ട് ലഗേജ് എന്ന് പറഞ്ഞാൽ ഹാൻഡ് ലഗേജ് മാത്രമായിട്ടൊക്കെ 12 രൂപ 10 രൂപയ്ക്കൊക്കെ കിട്ടാറുണ്ട്. സോ അതും പ്ലസ് നമ്മുടെ ഒരു 4 ദിവസം സ്റ്റേ അവിടുത്തെ ഒരു 3000 രൂപ വെച്ചൊക്കെ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ 2 പേർക്ക് എല്ലാം കൂടെ ശരിക്കും ഒരു 30,000 രൂപ 40,000 രൂപയ്ക്ക് ഒരു 4-5 ദിവസം മലേഷ്യയിലൊക്കെ പോയി ശരിക്കും എൻജോയ് ചെയ്തിട്ട് വരാം. എനിക്കിപ്പോൾ പേഴ്സണലി തോന്നുന്നു ഒരു നല്ല സ്റ്റാൻഡേർഡ് വെക്കേഷൻ എബ്രോഡ് വേണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ മലേഷ്യ എന്നാണ് തോന്നുന്നത്. സോ നിങ്ങൾ ഇനി ട്രാവൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലാൻ ഉള്ളപ്പോൾ പ്ലീസ് ടു തിങ്ക് അബൌട്ട് ട്രാവലിംഗ് എബ്രോഡ് ഓൾസോ. ഫസ്റ്റ് ഓഫ് ഓൾ പുതിയ എക്സ്പീരിയൻസസ് കിട്ടും. പിന്നെ സേഫ്റ്റി ഇഷ്യൂ അവിടെയുണ്ട് ഇവിടെയുണ്ട് എല്ലായിടത്തും ഉണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി ഇറ്റ്സ് വെരി സേഫ്. എൻ്റെ ഒരു സാധനം മോഷണം പോയിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് മലേഷ്യക്ക് ആക്ച്വലി സേഫ് ആയിട്ടാണ് കിട്ടിയത്. തായ്ലൻഡ് ഇസ് ആക്ച്വലി ചീപ്പർ, പക്ഷേ obviously ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ആർ മോർ എക്സ്പെൻസീവ്. പക്ഷെ മലേഷ്യയിൽ ശരിക്കും എല്ലാം ഉണ്ട്. നല്ല അൾട്രാ മോഡേൺ സിറ്റി ഉണ്ട്. ജെന്റിങ് ഐലൻഡ്സ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഫാമിലിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്, ഷോപ്പിംഗ് സ്ഥലങ്ങളുണ്ട്, ഫുഡ് ഹെവൻ ആണ്, ഹിൽ സ്റ്റേഷൻ വേണമെങ്കിൽ അതുണ്ട്, എല്ലാം ഉണ്ട്. ഇവിടുന്ന് 3.5 മണിക്കൂറിൽ നമുക്ക് അവിടെ എത്താം. സോ ഞാനിത് ജസ്റ്റ് ഇപ്പോൾ ഇത്രയും ട്രിപ്പും ഈ മലേഷ്യ ട്രിപ്പും കൂടെ പ്ലാൻ ചെയ്തത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ആൻഡ് നിങ്ങൾ ഗ്രൂപ്പ് ടൂർ ഒന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. അവിടെ അത്യാവശ്യമല്ല 99.9% ആൾക്കാർ ഇംഗ്ലീഷ് സംസാരിക്കും. നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്നുള്ളൂ. കാരണം ഒരു ഹ്യൂജ് ഇന്ത്യ പോലത്തെ വലിയ രാജ്യമൊന്നുമല്ല മലേഷ്യ. നമുക്ക് ഈസിലി ആയിട്ട് കവർ ചെയ്യാൻ പറ്റും. ടാക്സീസ് അസോച്ച് ചെയ്യും. ആൻഡ് അവിടെ കിട്ടുന്ന എനിക്ക് മനസ്സിലായില്ല എന്താണ് ഇവിടെ ഇത്രയും എക്സ്പെൻസീവ് ആവാനുള്ള കാരണം എന്ന്. കാരണം ലേബർ കോസ്റ്റ് കുറവാണ്. ടൂറിസ്റ്റിന്റെ ഇൻഫ്ലോ നോക്കുവാണെങ്കിൽ നമ്മൾ തായ്ലൻഡോ അതൊക്കെ വെച്ച് മച്ച് ലോവർ ആണ് ഇവിടെ വരുന്ന ടൂറിസ്റ്റ്. സാധാരണ ഡിമാൻഡ് കൂടുന്ന അനുസരിച്ചാണല്ലോ റേറ്റും കൂടുന്നത്. ഇത് അതുമല്ല, ഐ ഡോണ്ട് നോ, മേ ബി സപ്ലൈ ഇഷ്യൂ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. നമുക്ക് ഇവിടുത്തെ ഒരു കോസ്റ്റ് സോ എക്സ്പെൻസീവ്. ഈവൻ ബാംഗ്ലൂരിലാണെങ്കിലും ഒരു അത്യാവശ്യം നല്ലൊരു 4-star 5-star ഹോട്ടൽ എടുക്കുന്നത് എബ്രോഡ് എടുക്കുന്നതിനെക്കാട്ടി മച്ച് എക്സ്പെൻസീവ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. പക്ഷേ ഓബ്വിയസ്ലി ഐ കീപ്പ് ഓൺ ട്രാവലിംഗ് വിത്ത് ഇൻ ഇന്ത്യ. കാരണം എനിക്ക് വ്ളോഗ് ചെയ്യണം, എനിക്ക് കുറേ കാര്യങ്ങൾ ഡിസ്കവർ ചെയ്യാനുണ്ട്, എൻ്റെ ജോലിയുടെയും കൂടെ ഒരു ഭാഗമാണ്. പക്ഷേ വെൻ യു ഗൈസ് ആർ സ്പെൻഡിങ് യുവർ ഹാർഡ് ഏൺ മണി, ജസ്റ്റ് തിങ്ക് അബൌട്ട് ഗോയിങ് എബ്രോഡ് ഓൾസോ. മിക്കവരുടെയും തോട്ടിൽ പോലും അതുമില്ല. ബട്ട് ഇഫ് യു ഹാവിങ് ആ ഒരു മിഡ് റേഞ്ച് ബഡ്ജറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ, എസ്പെഷ്യലി ടിക്കറ്റ്സ് ഒക്കെ നേരത്തെ ബുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഹോട്ടൽസ് ഒക്കെ ബുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഭയങ്കര ചീപ്പായിട്ട് നമുക്ക് ഫോറിൻ ഹോളിഡേയ്സ് കിട്ടാം. ആൻഡ് ഇറ്റ് വിൽ ബി ഓൾവേസ് മെമ്മറബിൾ. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും വലിയൊരു ലക്ഷറി വൈൽ ട്രാവലിംഗ് ഇസ് വാക്കിംഗ്. എനിക്ക് നടന്ന സ്ഥലം കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരു ദിവസം 15, 18, 20 കിലോമീറ്റർ നടക്കാനാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അതുപോലെ വേദു കുഞ്ഞായപ്പോൾ ബേബി സ്ട്രോളർ, ഈ വേദുവിനെ ബേബി സ്ട്രോളറിൽ ഇരുത്തിയായിരുന്നെങ്കിൽ ഞാൻ എവിടെ കൊണ്ടുപോകും ഇന്ത്യയിൽ? എവിടെയാണ് ഫുട്പാത്ത് ഉള്ളത്? ഒരു ഓപ്ഷനും ഇല്ല. കണ്ടിന്യൂസ് ആയിട്ട് കുറേ ദൂരം ഫുട്പാത്ത് ഉള്ള എവിടെയുള്ള. പക്ഷേ എബ്രോഡ് പോയ ഈ ഏത് രാജ്യങ്ങളിൽ ഞാൻ പോയിട്ടാണെങ്കിൽ, ഇൻക്ലൂഡിങ് വിയറ്റ്നാം എന്ന് പറഞ്ഞാൽ അത്രയും ഡെവലപ്ഡ് അല്ലാത്ത രാജ്യം, അവിടെയൊക്കെ ഇതിനുള്ള എല്ലാ ഫെസിലിറ്റിയും ഉണ്ടായിരുന്നു. വിച്ച് മേക്സ് ഇറ്റ് സോ സാഡ്. നമ്മുടെ നാടിൻ്റെ പൊട്ടൻഷ്യൽ എന്താണ്, പക്ഷെ അവസ്ഥ എന്താണ്? ഇറ്റ് ഈസ് ജസ്റ്റ് സോ സാഡ്. അത് ഗവൺമെന്റിനെയും പറയണം, ഒബ്വിയസ്ലി നമ്മുടെ ആൾക്കാരെയും പറയണം. കാരണം വൃത്തി നമ്മുടെ കയ്യിലാണല്ലോ ഇരിക്കുന്നത്, നാട് വൃത്തിയാക്കി വെക്കുന്നത്. ഏറ്റവും കൂടുതൽ ഈ പബ്ലിക് സ്പേസിലുള്ള ലിറ്ററിങ്ങും തുപ്പലും തുപ്പിയിടുന്നതുമാണ്. ദാറ്റ് ഇസ് സോ ബാഡ്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ളത് നല്ല റെസ്റ്റ് റൂംസ് അല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ്സ് ആണ്. അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഒരു നിധി കിട്ടിയ പോലെയാണ് നമ്മുടെ നാട്ടിൽ. ഇത്രയും ഞാൻ ട്രാവൽ ചെയ്തിട്ട് എത്ര തവണ പെട്രോൾ പമ്പിൽ നിർത്തിയിട്ട് അല്ലെങ്കിൽ ഹോട്ടൽസ് നിർത്തിയിട്ടാണെന്ന് അറിയാം ഒരു നല്ല സംഭവം, ഒരു അത്യാവശ്യം അറ്റ്ലീസ്റ്റ് യൂസബിൾ ടോയ്ലറ്റ് കിട്ടുന്നത്. അതൊക്കെ കൊണ്ടാണ് ഫാമിലി ആയിട്ട് എനിക്ക് ഇന്ത്യക്കുള്ളിൽ ട്രാവൽ ചെയ്യാൻ പേഴ്സണലി ബുദ്ധിമുട്ടുണ്ടാകുന്നത്. എസ്പെഷ്യലി റോഡ് ട്രിപ്സ്. ഇപ്പം നമ്മൾ ഇതുപോലെ റിസോർട്ടിലേക്ക് മാത്രം പോകുന്നു, എൻജോയ് ചെയ്ത് തിരിച്ചു വരുന്നു, അതാകുമ്പോൾ ഒരു കുഴപ്പമില്ല. പക്ഷെ നമുക്ക് വ്ളോഗിംഗ് എന്ന് പറയുമ്പോൾ ഒരു എക്സ്പ്ലോറേഷൻ വേണ്ടേ? അല്ലെങ്കിൽ നിങ്ങളും ട്രാവൽ ചെയ്യുമ്പോൾ കുറച്ച് എക്സ്പ്ലോറേഷൻ വേണമല്ലോ, എപ്പോഴും ഒരു റിലാക്സിങ് ഹോളിഡേ ആയിരിക്കില്ലല്ലോ. സോ ഇതൊക്കെ വളരെ വളരെ സീരിയസ് ഇഷ്യൂസ് ആണ്. ഞാൻ വിചാരിച്ചു നമ്മൾ കാലം പോകുന്തോറും ബെറ്ററായി വരുന്നു. റോഡ്സ് ബെറ്ററായി വന്നിട്ടുണ്ട്, ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ട് ഇന്ത്യയുടെ റോഡ്സ്. ഇത്രയും ഞാൻ ഓടിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ഡ്രൈവിങ്. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് ഒരു ടോട്ടൽ ആയിട്ട് ഒരു ട്രാവൽ അല്ലെങ്കിൽ ഒരു വെക്കേഷന് ഹാപ്പി ആവാൻ പറ്റുള്ളൂ. സോ ഞാൻ പിന്നെ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇതുപോലെ മലേഷ്യ, തായ്ലൻഡ്, ഞാൻ പോയ രാജ്യങ്ങളിലൊക്കെ പോകാൻ ഹെൽപ്പ് വേണമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്താൽ മതി. ഞാൻ എല്ലാവർക്കും അറ്റ്ലീസ്റ്റ് വോയിസ് മെസ്സേജ് ആയിട്ടെങ്കിലും റിപ്ലൈ ചെയ്യും. ഫുൾ ട്രിപ്പ് പ്ലാൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യാം, ബിക്കോസ് ഐ ലവ് ഡൂയിങ് ദാറ്റ്. ആൻഡ് നിങ്ങളുടെ ഒപ്പീനിയനും പറയാം ഈ ഒരു കാര്യത്തിനെ കുറിച്ച്. നിങ്ങൾ എബ്രോഡ് പോകുന്ന കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഹോളിഡേയ്സിന്
അതോ ബഡ്ജറ്റ് ഭയങ്കര എക്സ്പെൻസീവ് ആവുമെന്ന് വിചാരിച്ചിട്ടാണോ അത് നോക്കാത്ത എന്താണെന്നുള്ളത് പറയുക. എന്തായാലും ഇനി ഞാൻ ഇന്ത്യക്കുള്ളിൽ ട്രാവൽ ചെയ്യുന്നതായിരിക്കും, അതുപോലെ തന്നെ എബ്രോഡും ട്രാവൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഈ ഒരു കാര്യം പറയാണ്. ഇനിയും കാറിനെ കുറിച്ച് പറയാനുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് ട്രാവലൊക്കെ വരുന്നുണ്ട്, കുറച്ചധികം ബർത്ത്ഡേസ് വരുന്നുണ്ട്. സോ അതിൻ്റെയൊക്കെ വ്ളോഗായിട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ സൺഡേസ് ഞാൻ എല്ലാ സൺഡേസും പറ്റുമെങ്കിൽ ലൈവ് വരാമെന്നും കൂടെ വിചാരിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ ടോപ്പിക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം പറയാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വ്ളോഗ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ ബൈ.